ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൃപയും സമാധാനവും. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ദിവസം നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. രണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും ഉണ്ട്. അപ്പോൾ ഈ 5 ദിവസങ്ങളിൽ ഓഗസ്റ്റ് 15 തീയതിക്ക് ഒരുക്കമായിട്ട് നമ്മൾ ഈ ധ്യാനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ മധ്യസ്ഥം വഴി എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണം. എൻ്റെ ഭൗതിക ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം പരിപൂർണതയിൽ വേണം. 2, നിത്യസ്വാതന്ത്ര്യമായ സ്വർഗം എനിക്ക് അവകാശമായി കിട്ടണം. അതുകൊണ്ടാണ് സ്വർഗാരൂപതിയായ മാധവനെ ധ്യാനിച്ചിട്ടായിരിക്കും ഈ 5 ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക. അപ്പം എങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. എവിടെയാണ് നിങ്ങളായിരിക്കുന്നത്? ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച്, നമ്മളെല്ലാവരും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ വേദനയിലൂടെ കടന്നു പോകുന്നവരാണ്. ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാം പരിശുദ്ധ അമ്മയുടെ ചരണങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നീറ്റലുകളും ഒന്നോർത്തെടുത്തേ, എല്ലാ പ്രയാസങ്ങളും ഒന്നോർത്തെടുത്തേ, നീറുന്ന എല്ലാ മാനസങ്ങളും പരിശുദ്ധ അമ്മയുടെ പാദത്തിങ്കിലേക്ക് സമർപ്പിച്ച് അമ്മ വഴി ഈശോയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഉയർത്തി വെച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടിക്കേ. നീറുന്ന മാനസങ്ങൾ അമ്മയെ കാണണമേ. ആയിരമായിരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ മേൽ കണ്ണീരിൻ താഴ്വരയിൽ ഞങ്ങൾക്കൊക്കെ വേദനയുണ്ടമ്മേ, ബുദ്ധിമുട്ടുണ്ട്. നിന്നീത കേഴും നമ്മേ. എൻ്റെ അമ്മ മാതാവേ, ഒത്തിരി വേദനകളുണ്ട്. ചില സമയത്ത് ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു സങ്കടമാണ്. കേൾക്കുന്നവർക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പോലും പറ്റാറില്ല. ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല, ജീവിത പങ്കാളി പോലും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള വേദനയോട് കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ വേദനകളും എല്ലാം അമ്മയുടെ ചരണത്തിലേക്ക് സമർപ്പിക്കുക. അമ്മ നമ്മളെ കേൾക്കും. പാടിയൊന്ന് പ്രാർത്ഥിച്ചേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ. ഈശോയുടെ അടുത്തേക്ക് അമ്മ ഞങ്ങളുടെ നിയോഗങ്ങളെ കൊണ്ടുപോകണമേ. ദിവ്യസൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. ശംഖ് പൊട്ടി ചേർന്ന് വിളിച്ചു എൻ്റെ അമ്മേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. നിന്റെ മക്കളാണ് ഞങ്ങളമ്മേ. നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. അമ്മ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. പ്രാർത്ഥിക്കാ സ്നേഹനാഥേ, ഒരിക്കൽ കൂടി ആത്മവിശ്വാസത്തോടെ പാടിക്കുക. നിത്യസഹായമാതാവേ, സഹായനാഥേ, പ്രാർത്ഥിക്കണമേ അമ്മേ. നിന്റെ മോനാണ് ഞാൻ, മോളാണ് ഞാൻ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. നിന്റെ മക്കള് ഞങ്ങൾക്കായിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങള് യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹമുള്ളവരെ, വചനം നമ്മൾ ധ്യാനിക്കുന്നു. ദിവസം 1 നമ്മൾ ധ്യാനിക്കുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുവചനം. ഗലാത്തിയ 5:13. ഇപ്പോൾ നിങ്ങൾ ബൈബിൾ തുറന്ന് ഈ വചനം വായിക്കണം.
അത് കഴിഞ്ഞിട്ട് ബൈബിൾ അടച്ചു വെച്ചിട്ട് ഈ ടോക്ക് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഈ പറഞ്ഞ കേൾക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം. ചിലപ്പോൾ ഈ ടോക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ബൈബിളൊക്കെ തുറന്നു വെച്ച് എഴുതിയെടുക്കും, പ്രാർത്ഥിക്കും. അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണൽ ടൈമിൽ നിങ്ങൾ എഴുതിയ കാര്യങ്ങളെ ധ്യാനിക്കാത്രത്തോളം കാലം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലമൊന്നും ചൂടില്ല. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 119 148 ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഉണർന്നിരിക്കുന്ന ദാവീദിനെ കാണുന്നുണ്ട്. അല്ലാതെ ഞാൻ എണീറ്റത് കൊണ്ട് ഞാൻ ധ്യാനിക്കട്ടെ അങ്ങനെയല്ല ദാവീദ് പറയുന്നത്. ധ്യാനിക്കാൻ വേണ്ടിയിട്ട്, അപ്പം ഈ വചനത്തിന് വില കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം എടുത്ത് ഇതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചൊരുങ്ങണം. അപ്പം ഗലാത്യ 5:13 വചനം ഇങ്ങനെയാണ്: സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. പ്രത്യുത സ്നേഹത്തോടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ വിളിയാണ് ബൈബിൾ അനുസരിച്ച് സ്വാതന്ത്ര്യം. ഞാനും നീയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്, സ്വാതന്ത്ര്യത്തിലേക്കാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി വിശുദ്ധ പത്രോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തും. 1 ലേഖനം 2 അധ്യായം 16 തിരുവചനം. 2-ാമത്തെ വചനം ഇതാണ്: 1 പത്രോസ് 2:16. സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത്. അപ്പോൾ 1, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. 2, ഈ സ്വാതന്ത്ര്യത്തെ തിന്മയുടെ ആവരണമാക്കി മാറ്റരുത്, മറിച്ച് ദൈവത്തിൻ്റെ ദാസരെ പോലെ ജീവിക്കുവിൻ. ഇനി 3-ാമത്തെ ഒരു വചനം കൂടി ധ്യാനിക്കുന്നു. 2 പത്രോസ് 1:10 ഇങ്ങനെ പറയും: നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ തീക്ഷ്ണതയുള്ളവരാകുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോവുകയില്ല. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ തീക്ഷ്ണതയുള്ളവരാകുവിൻ. ഇങ്ങനെ ചെയ്താൽ വീണു പോവില്ല. നമുക്ക് എവിടെ വീഴ്ച പറ്റുന്നത്? ചില കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ ആരംഭിക്കുന്നു, ചെയ്യുന്നു, എവിടെയും കണ്ടൊക്കെ നമ്മൾ തട്ടി വീഴുന്നുണ്ട്. കാരണം എന്താണ്? വിളി ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. വിളി കറക്റ്റാണ്. പക്ഷേ ആ വിളിയിൽ നിന്നുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചില തെരഞ്ഞെടുപ്പുകൾ, അതിലെവിടെയോ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മൾ ഈ 3 വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളിലൂടെ ഒരു യാത്ര പോവുകയാണ്. ഇവിടെയുള്ളവരെ, ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലെ ബല്ലാർഷ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാനകേന്ദ്രത്തിൽ താമസിക്കുമ്പോഴാണ്. അവിടെ നിങ്ങളീ കാണുന്ന പോലെ വലിയൊരു സെറ്റപ്പുള്ള ധ്യാനകേന്ദ്രമൊന്നുമല്ല, ഒരു കൊച്ചു ധ്യാനകേന്ദ്രം, ടിൻ ഷീറ്റ് ഇട്ട ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ 2 കുടുസ് മുറികളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ അച്ഛന്മാർക്ക് താമസിക്കാൻ, വിൻസെൻസ് അച്ഛന്മാർക്ക് താമസിക്കാൻ വേറൊരു മുറിയുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലെ കുടുസ് മുറിയിൽ ആ പരിമിതമായ സൗകര്യത്തിൽ ഞങ്ങളോട് കൂടെ ഒരു CMI അച്ഛൻ താമസിച്ചിരുന്നു. അച്ഛൻ്റെ പേരാണ് ഫാദർ ജേക്കബ് കപ്പ്യാരമലയിൽ. അദ്ദേഹം മരിച്ചുപോയി. പ്രസന്ന ഭായി എന്നാണ് മിഷനിലുള്ള ആൾക്കാരുള്ള അച്ഛനെ വിളിച്ചത്. പ്രസന്ന ഭായി, അതായത് പ്രസന്നമായ മുഖത്തോടുകൂടി അച്ഛനായിരുന്നു. അച്ഛനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പേര് പോലെ തന്നെ പ്രസന്നമായ മുഖം, നല്ലൊരു ഗ്ലോറിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന സീറോ മലബാർ സഭയുടെ മലയാളത്തിലെ പ്രാർത്ഥനകൾ പലതും ഹിന്ദിയിലേക്കും മറാഠിയിലേക്കൊക്കെ മാറ്റി എഴുതുന്നതിൽ അദ്ദേഹം ഒത്തിരി പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശാന്താരൂപതയിലെ ആബേലച്ചൻ എന്നൊരു വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്, ഫാദർ പ്രസന്ന ഭായി. അപ്പം ഈ പ്രസന്നമായ അച്ഛനുമായി താമസിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച ഒത്തിരിയേറെ പാഠങ്ങളുണ്ട്. ഒരു ദിവസം അച്ഛനിങ്ങനെ അച്ഛൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനെ കാണാൻ വേണ്ടി അച്ഛൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് പോകുമായിരുന്നു. ആ സമയത്ത് അച്ഛനോട് ചോദിക്കാതെ അച്ഛൻ്റെ മുറി തുറന്നു കിടക്കുകയാണ്. ഒരു ഉച്ച സമയത്ത് ഞാൻ പോയി കുറച്ച് നേരം ആ മുറിക്കകത്ത് കിടന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം ഈ ചെറിയ ചെറിയ കീടങ്ങൾ വന്നിട്ട് നമ്മളെ കടിച്ച് ഭയങ്കര വേദന. അച്ഛൻ വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അനുവാദമില്ലാതെ അച്ഛൻ്റെ മുറിയിൽ ഞാൻ കയറി ഒന്ന് കിടക്കാൻ നോക്കി. പക്ഷെ അച്ഛൻ്റെ കൂട്ടുകാർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും സംഘം ചേർന്ന് അച്ഛ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. അച്ഛനൊന്നും മനസ്സിലായില്ല, ഇവനെന്നീ പറയുന്നത് എന്നെ മോനെ. ഞാൻ പറഞ്ഞു, അച്ഛാ അതിനകത്ത് നിറച്ചും പ്രാണികളും കീടങ്ങളൊക്കെയാണ്, അത് എന്നെ കടിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഓ അത്രയേ ഉള്ളോ? അതെന്നെ എല്ലാ ദിവസവും കടിക്കാറുണ്ട്, രാത്രിയും പകലും ഒക്കെ കടിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എന്നാന്ന്? അതെന്നെ എല്ലാ ദിവസവും കടിക്കാറുണ്ട് മോനെ. അത്ര അച്ഛനെന്താ പറയാതിരുന്നത്? അതിപ്പോൾ ഷീറ്റിൽ ചൂടടിക്കുമ്പം ആ ഷീറ്റിൽ നിന്ന് താഴെ വീഴുന്നത്, അത് നമ്മളെ കടിക്കും, അത് കുഴപ്പമൊന്നുമില്ല മോനെ. ഞാനിവിടെ
ആദ്യത്തെ മിഷണറിമാരിൽ ഒരാളായിട്ട് വന്ന ആളാണ്. ആദ്യത്തെ മിഷണറിമാർ അച്ഛന്മാർ വന്നതിന് ശേഷം ഞാൻ ഈ മിഷനിൽ വരുമ്പം ശരിക്കും നമ്മൾ മിഷൻ പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോൾ താമസിക്കാൻ മര്യാദയ്ക്ക് സ്ഥലങ്ങൾ പോലും ഉണ്ടാവില്ല. മരത്തിൻ്റെ കടിയിൽ ചിലപ്പോൾ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് കിടക്കാനായിട്ട് ദൈവം ഒരു കൂര തന്നിട്ടില്ലടാ. അതിനോട് നന്ദി പറ മോനെ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമായി പോയി. കാരണം എൻ്റെ മുറിയിൽ ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഞാനാണ് ധ്യാനകേന്ദ്രത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൾ. അന്ന് തന്നെ പോയി അച്ഛൻ്റെ മുറിൽ ഒരു സീലിംഗ് ഒക്കെ വെച്ച് പിടിപ്പിച്ചു. അച്ഛന് സന്തോഷമാവട്ടെ, കാരണം പ്രായമായ മനുഷ്യൻ സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. അച്ഛൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ചങ്കിൽ തൊട്ടു. മോനെ, നമുക്കിപ്പോൾ ഒരു കൂരെങ്കിലും ഉണ്ടല്ലോടാ. ഇതുപോലുള്ളത്ത ഒത്തിരി വേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ മിഷണറി പ്രവർത്തനം നടത്തിയപ്പം കൂര പോലും ഇല്ലാതെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് വിശന്നിട്ട് മനുഷ്യന് പ്രാന്ത് പിടിച്ച് വരുന്ന സമയമാണ്. നേരെ ഊട്ടുമുറിയിലേക്ക് വരുമ്പം ഈ പ്രസന്നമായശൻ അവിടെ ഇരുന്നുകൊണ്ട് ചപ്പാത്തിയും ഈ പരിപ്പ് കറിയും കഴിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് തന്നെ മിഷൻ പ്രദേശ ധ്യാനകേന്ദ്രമൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും വെറൈറ്റി ഡിഷസാണ്. ഒരു ദിവസം ചപ്പാത്തിയും പരിപ്പ് കറിയും, പിറ്റേ ദിവസം പരിപ്പ് കറിയും ചപ്പാത്തിയും, ഇതൊക്കെ തന്നെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും തന്നെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഞാൻ വന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ അച്ഛനിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നമ്മുടെ JCB ഇങ്ങനെ മണ്ണ് കോരണ പോലെ ഈ ചാറിലേക്ക് ചപ്പാത്തി ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ ചവച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിപ്പെടും, മൂളിപ്പാട്ടൊക്കെ പാടി. അപ്പം ഞാൻ നേരെ പോയിട്ട് ചപ്പാത്തി ഒരു 3-4 പ്ലേറ്റിലിട്ട് നേരെ പരിപ്പ് കറി ഇങ്ങനെ തോണ്ടി ഞാൻ നോക്കുമ്പം, അന്ന് ശരിക്കും നല്ല വേനൽക്കാലമാണ്, പക്ഷെ ഞാൻ നോക്കുമ്പം എൻ്റെ പരിപ്പ് കറിയിൽ മാത്രം നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്. വെള്ളം മാത്രം. അപ്പം അതൊക്കെ ഞാൻ എന്തായാലും ഈ കറി ഇങ്ങനെ കോരി പാത്രത്തിലേക്ക് ഇട്ട് ഞാൻ അവിടെ കസേര വന്നിരുന്ന് ചപ്പാത്തി എടുത്ത് മുക്കി കഴിച്ചപ്പം ഈ കറിക്ക് എരിവുമില്ല, ഉപ്പുമില്ല, മസാലയില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഈ മനുഷ്യനൊന്ന് നോക്കി. അപ്പം ഇദ്ദേഹം വീണ്ടും ആ JCB ഇങ്ങനെ കോരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പ്രായമൊക്കെ ആയല്ലോ, എക്സ്പയറി ഒക്കെ കഴിയാറേ ആയി, അപ്പം ടേസ്റ്റ് ബഡ്സൊക്കെ അടിച്ചുപോയി കാണും എന്ന് വിചാരിച്ചു. ഞാൻ പതുക്കെ തന്നെ പറഞ്ഞേ, എനിക്ക് തോന്നുന്നു ഈ കറിയിൽ ഉപ്പില്ല എന്ന്. അപ്പം അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം, ഉപ്പ് മാത്രമല്ല ടിപ്പിനെ, മുളകുമില്ല, മസാലയില്ല, ഒന്നുമില്ല. ആഹാ, അപ്പം കാർന്നോർക്ക് ഇതൊക്കെ മനസ്സിലാവണ്ടല്ലേ, എന്നിട്ട് എങ്ങനെ ഇത് കുത്തി കയറ്റണേന്ന് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം പറയാം, ടിപ്പിനെ ഇപ്പോഴും ഈ ചാന്തയിൽ വെറും മുളക് കടിച്ച് ചോറ് തിന്നണവരുണ്ട്. അതായത് മര്യാദയ്ക്ക് ഒരു നേരത്തെ കറി പോലും, ഇനി 2 നേരം ഭക്ഷണം പോലും ഇല്ലാത്തവരുണ്ടടാ. അത് വെച്ച് നോക്കുമ്പം ദൈവം നമുക്ക് ഇതെങ്കിലും തന്നില്ലടാ, അതിനോട് നന്ദി പറയുന്നു. ഒരു ദിവസം ഇതുപോലെ തന്നെ വൈകിട്ട് ഞാൻ വരുമ്പം കിച്ചണിലെ ആൾക്കാർ പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ ഇങ്ങനെ പതുക്കെ നടന്ന് അടുക്കളയിൽ വന്ന് ഓരോ പാത്രം പൊക്കി നോക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ചായക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുന്ന. അപ്പം ഞാൻ നോക്കുമ്പം ഇദ്ദേഹം ഒരു ഗ്ലാസ് എടുത്ത് പോയി പച്ചവെള്ളം തുറന്ന് ആ വെള്ളം കുടിക്കും. അപ്പം ഞാൻ കയറി വന്നിട്ട് ചോദിച്ചു, ചായയല്ലേ വേണ്ടത്? ആ, കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തിളപ്പിച്ച് തരാം. വേണ്ട, എടാ ചായ വേണം നിർബന്ധമൊന്നുമില്ല. എടാ ദൈവം സൃഷ്ടിച്ചത് വെള്ളമാടാ. നമ്മളതിന് മാമോദീസ മുക്കി, മനുഷ്യൻ തന്നെ മാമോദീസ മുക്കി ചായയാക്കി, കാപ്പിയാക്കി, കൊക്കക്കോളയാക്കി, പെപ്സിയാക്കി, നാരങ്ങ വെള്ളമാക്കി. പക്ഷെ ദൈവം സൃഷ്ടിച്ചത് വെള്ളമാ. നമ്മൾ മാമോദീസ മുക്കി കുറേ സാധനങ്ങളാക്കി അതിനെ മാറ്റി. ദൈവം തരുന്നു വാഗ്ദാനം ചെയ്യുന്നതും വെള്ളമാ, കൊക്കക്കോളയല്ല. ദൈവം തരുന്നത് വാഗ്ദാനം ചെയ്യുന്നത് ചോറാ, ഫ്രൈഡ് റൈസ് അല്ല. നമ്മളാണ് ഇതിനൊക്കെ മാമോദീസ മുക്കി വേറെ വേറെ ഫോർമാറ്റിലാക്കി. നമുക്ക് സാധാരണ ദൈവം വാഗ്ദാനം ചെയ്ത സാധനങ്ങൾ ആർക്കും വേണ്ട. അതിന് മാമോദീസ മുക്കിയ ബിരിയാണി വേണം, ഫ്രൈഡ് റൈസ് വേണം, ടൊമാറ്റോ റൈസ് വേണം. ഇങ്ങനെ മാമോദീസ മുക്കിയ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേടാ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. എനിക്ക് വെള്ളം മതി, വെള്ളമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് പുള്ളി വെള്ളം കുടിച്ചിട്ട് പോവുക. ഈ മനുഷ്യൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് തോന്നണ്ടോ ഈ പുള്ളിനെ തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ? ഏതെങ്കിലും സാഹചര്യത്തിന് ഈ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? എൻ്റെ ചോദ്യം ഇതാണ്. ഇതല്ലേ ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഇഫ് നോട്ട് ദിസ് ദി അതർ, ഇതല്ലെങ്കിൽ മറ്റൊന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം തരും. നമ്മളൊക്കെ കാണാറുണ്ട്, ചില പിള്ളേരൊക്കെ ധ്യാനത്തിൻ്റെ സമയത്ത് കാണാം, ഞാൻ കാനഡയിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ 9 ദിവസം നൊവേനയ്ക്ക് പോയി, അത് ചെയ്തു എനിക്ക് കാനഡ തന്നില്ല. അതുകൊണ്ട് എന്താ, ഇനി ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ കാനഡയിൽ മാത്രം ഞാൻ വർക്ക് ചെയ്യുള്ളൂ, വേറെ എങ്ങും ഞാൻ പോവില്ല. ദൈവത്തെയും വേണ്ട, പള്ളിയും വേണ്ട, തരികയാണെങ്കിൽ ഇതുപോലെ തന്നെ. പൊന്നു മോനെ, നിനക്ക് സ്വാതന്ത്ര്യം പോയി. ഇതല്ലെങ്കിൽ മറ്റൊന്ന്. ദൈവഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലൂന്നിയ ജീവിതമാണ്. അത് വാശിയില്ലാത്തൊരു സ്വാതന്ത്ര്യമാണ്. നിന്നെ പലപ്പോഴും പറ്റിക്കുന്നതും നിന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്നതും ഈ വാശിയല്ലേ.
നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരായിട്ട് മാറിയാലോ? ഏത് സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു സ്വാതന്ത്ര്യം. ഓർക്കണമേ, 4-ാമത്തെ വചനം അച്ഛൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. നമ്മളൊക്കെ വായിക്കുന്ന വചനമാണ് കേട്ടോ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന വചനമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ പലരും ഈ വചനം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ശക്തനാക്കുന്നവരോട് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 4:19 നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വചനമാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്മതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ 2 വചനങ്ങൾ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ കത്തോലിക്കരുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഒരു വചനം അതിൻ്റെ സാഹചര്യത്തിൽ നിന്നും അതിൻ്റെ കോണ്ടക്സ്റ്റിൽ നിന്നും അടർത്തി മാറ്റി നമ്മൾ ധ്യാനിക്കും, പ്രാർത്ഥിക്കും. ഐ റിപ്പീറ്റ്, ഒരു വചനം അതിൻ്റെ സാഹചര്യത്തിൽ നിന്നും കോണ്ടക്സ്റ്റിൽ നിന്നും അത് എന്തിനു പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, അതിൽ നിന്നല്ല അടർത്തി മാറ്റി നമ്മൾ ധ്യാനിക്കും. ഞാൻ സിമ്പിൾ ഒരു വചനം പറഞ്ഞു തരാം, ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എൻ്റെ ചോദ്യം ഇതാണ്, അത്രയേ ഉള്ളോ ആ വചനം? അത്രയേ ഉള്ളോ ആ വചനം? അല്ലെന്നേ, അത് മൊത്തം വായിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? പുറപ്പാട് 15:26 എപ്പോഴെങ്കിലും മൊത്തം വായിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ചാനലിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയല്ല ഇത് വചനം. ഇത് മൊത്തം ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ അത്? പുറപ്പാട് 15:26 ശ്രദ്ധിച്ചു കേട്ടോ. അവിടുന്ന് അവരെ പരീക്ഷിച്ചു, അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കണ്ടീഷണൽ ഹീലിംഗ് ആണ് കേട്ടോ. മര്യാദയ്ക്ക് നടന്ന ഞാൻ നിന്നെ സുഖപ്പെടുത്താം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചാൽ എങ്കിൽ മാത്രമാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു. അല്ലാതെ തോന്നിയ പോലെ എടുത്തിട്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് പറഞ്ഞ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അല്ല. അതിന് മുമ്പ് ദൈവം ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീ പാപം ചെയ്യരുത്, നീ ഞാൻ പറഞ്ഞ വഴി കൂടെ നടക്കണം, എന്നാൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രിയമുള്ളവരെ, പൊളിച്ചെടുത്ത് വായിക്കരുത്, കൂട്ടി വായിക്കണം സാഹചര്യം. പൗലോസ് ശ്ലീഹ എന്തിനാണ് ഈ വചനം പറഞ്ഞത്? ഫിലിപ്പിയർ 4:13 അത് മനസ്സിലാണെങ്കിൽ തൊട്ട് മുമ്പത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കണം. 11 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് 4:11 ഇങ്ങനെയാണ്: എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പൗലോസ് എന്താ പറഞ്ഞെന്നറിയോ? ദൈവം ശക്തിപ്പെടുത്തുന്ന ഒരു വ്യക്തി, അതായത് ദൈവം തരുന്ന ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഏത് സാഹചര്യത്തിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിന്നെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് മക്കളെ ദൈവം. ഏതൊരു സാഹചര്യത്തിലും നിന്നെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് ദൈവം. ഇവിടെ പൗലോസ് പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ചില കയ്യെഴുത്ത് പ്രതികളിൽ വായിച്ചാൽ ഇങ്ങനെയാണ്: ഐ ഹാവ് ടോട്ട് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്നെ തന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ നന്നായിട്ട് പോകണമെന്ന്. ഇതേ പ്രതിജ്ഞ തന്നെ അല്ലേ നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന ദിവസവും ബൈബിളിൽ കൈവച്ചിട്ട് ഭാര്യയും ഭർത്താവ് എടുക്കുന്ന ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. എന്താ ഇത് വല്ലതും ഓർക്കാറുണ്ടാ? ഇത് വല്ലതും ഓർക്കാറുണ്ടാ? ഈ പ്രതികൂല സാഹചര്യത്തിലും അനുകൂല സാഹചര്യത്തിലും ജീവിക്കാൻ പഠിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് ദൈവം. ഈ ശക്തി നൽകുന്ന ഈ കൃപയുടെ പേരാണ് സ്വാതന്ത്ര്യം. പ്രസന്നമായ അച്ഛനെ, പ്രിയമുള്ളവരെ, നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പിക്ചറിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ എടുത്തു വെച്ച് തരികയാണ്. ഏത് സാഹചര്യം ജീവിക്കാനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ? അമ്മയിലേക്കൊന്ന് കടന്നു വന്നാലോ? പരിശുദ്ധ അമ്മയുമായിട്ട് എങ്ങനെ ഇത് നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നത്? സിമ്പിൾ, ദൈവമാതാവാകാനുള്ള വിളിയാണ്. വാവ്, എന്തു വലിയ ടൈറ്റിലാണ്, സൂപ്പർ ടൈറ്റിൽ അല്ലേ? പക്ഷേ മാതാവാകാനുള്ള വിളി ലഭിച്ച സമയം മുതൽ
കഷ്ടപ്പാടുകളുടെ ഒരു ഘോഷയാത്രയാണ് അമ്മയെ കാത്തിരുന്നത്. അറിയാലോ, പ്രസവ വേദനയാൽ പൊളയുമ്പോൾ പ്രസവിക്കാനൊരു സ്ഥലവും കിട്ടാതെ വെറുതെ ഒരു വയറുവേദന എടുത്താൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയമാണ് പ്രസവ വേദന. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ വേദനകളൊന്നല്ലേ പ്രസവ വേദന. ഒരു സ്ഥലം കിട്ടാതെ വേദന കൊണ്ട് നടക്കുന്ന അമ്മ. ഇനി ദൈവപുത്രന് രാജാതിരാജന് ജനിക്കാൻ കൊട്ടാരത്തിന് പകരം കിട്ടിയത് പുൽക്കൂട്. ഇനിയോ ദൈവപുത്രൻ്റെ മാതാവണെന്നുള്ള ആ ഒരു ടൈറ്റിൽ വകവയ്ക്കാതെ സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന അമ്മ. ഈശോയുടെ നല്ല കാലം എന്ന് പറയുന്ന കാലമുണ്ട്. അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നടത്തി സുവിശേഷമൊക്കെ പ്രസംഗിച്ച് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ 3 വർഷത്തിലും അമ്മ ഈശോയുടെ കൂടെ ഉണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മ കാണാൻ പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? വചനത്തിൽ അമ്മയും സഹോദരങ്ങളൊക്കെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നൊരു വചനം വായിച്ചിട്ടില്ലേ? അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈശോയുടെ കൂടെ നിൽക്കുന്ന അമ്മ. ഇനിയോ ഈശോയുടെ കഷ്ടകാലം എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഒറ്റുകൊടുക്കുന്ന സമയം, പീഡാസഹനത്തിൻ്റെ സമയത്തും കൂടെ നിന്നിട്ടുള്ള, ഈശോയെ പിരിയാതെ കൂടെ നിന്നിട്ടുള്ള അമ്മ. ഈശോ മരിച്ചു കഴിഞ്ഞിട്ടോ ഈശോ സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളെ പിരിച്ചുവിടാതെ അവരുടെ കൂടെ നിന്ന് ഈശോ വാഗ്ദാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവരെ തയ്യാറാക്കുന്ന പരിശുദ്ധ അമ്മ. അമ്മ പഠിപ്പിക്കുന്ന പാഠം ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നിനക്ക് സ്വാതന്ത്ര്യം വേണോ? ഏത് സാഹചര്യത്തിലും ജീവിക്കാനൊന്ന് ട്രെയിൻ ചെയ്യാവോ? ഒന്ന് പഠിക്കാമോ? എന്തിനാ വാശി? ആരോടാ ഇത്ര വാശി? എനിക്ക് ഇന്ന ജോലി കിട്ടിയാലേ പറ്റൂ. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ ഗൾഫിലായിരുന്ന സമയത്ത് എൻ്റെ അമ്മയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയണത്. 5000 രൂപ അയച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഈ മാസം 5000 കൊണ്ട് ജീവിച്ചോണം കേട്ടല്ലോ. ഇതാണ് കൽപ്പന. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ രോഗിയായി കഴിഞ്ഞാലുണ്ടല്ലോ, ആ ആഴ്ചയിൽ ഒരിക്കൽ വാങ്ങിക്കുന്ന ചിക്കൻ കറിയിൽ ഇത്തിരി ഉരുളക്കിഴങ്ങ് കൂടുതലുണ്ടാവും, ഇത്തിരി ചാറ് കൂടുതലുണ്ടാവും, നീട്ടിയും കെടുക്കും. എന്തൊക്കെ വന്നാലും ബഡ്ജറ്റ് 5000 ക്രോസ് ചെയ്ത് പോവാറില്ല ഒരിക്കലും. അതൊക്കെയായിരുന്നു മാനേജ്മെൻറ്റ്. ഇന്നോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം വന്നോടുകൂടി വരവറിയാതെ ചെലവ് കഴിക്കുന്ന ഒരു പരിപാടി നമ്മൾ തുടങ്ങി. എനിക്കിത് വേണം. എന്തോരം പേരാ കടക്കാരായിട്ട്. ഇപ്പം ഈ ധ്യാനം കൂടുന്ന പോലും കടബാധ്യതയാണച്ചോ. എങ്ങനെയാ സഹോദര കടബാധ്യത വന്നത്? ആവശ്യത്തിലധികം എടുത്ത് ചാടിയിട്ടാണോ? വരവറിയാതെ ചെലവ്. അത് ദൈവം തന്നാന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. നമ്മുടെ അഹങ്കാരത്തിൻ്റെയാണ്, നമ്മുടെ വാശിയുടെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം എൻ്റെ വാശിയിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കാനുള്ള കൃപയാണ്. 2, ഏത് സാഹചര്യത്തിലും അമ്മയെപ്പോലെ ഈശോയോട് ചേർന്ന് നിൽക്കണം. നല്ല സമയത്ത് ഈശോയോട് ചേർന്ന് നിൽക്കണം, കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഈശോയോട് ചേർന്ന് നിൽക്കണം. ഇങ്ങനെ എനിക്ക് കിട്ടിയ എൻ്റെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റണം, എനിക്ക് കിട്ടിയ എൻ്റെ ഭാര്യയെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റണം, എനിക്ക് കിട്ടിയ എൻ്റെ മക്കളെ കൊണ്ട് ജീവിക്കാം. അല്ലാതെ ഇവിടെ നിന്നിട്ട് ആ ചേട്ടന് കിട്ടിയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതല്ല, ഇപ്പം കയ്യിലുള്ളതിനെ കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് കൃപ വരും. പരാതിപ്പെടുന്നിടത്ത് ഉള്ള കൃപ കൂടി പിൻവലിക്കപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ ആരാധനയിലേക്ക് കിടക്കുമ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ തെരഞ്ഞെടുപ്പ് പാളിപ്പോകരുത്. വിളി ഉറപ്പാണ്, സ്വാതന്ത്ര്യമാണ്. പക്ഷെ എൻ്റെ തെരഞ്ഞെടുപ്പ്, ഞാൻ ചൂസ് ചെയ്യുന്ന ഓരോ കാര്യവും എന്നെ അടിമത്തത്തിലേക്ക് തള്ളിവിടരുത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മൾ ആരാധനയ്ക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാവോ? ഒന്ന് കണ്ണുകൾ അടച്ച് ഞാൻ ആരാണ്, എൻ്റെ സാഹചര്യം എന്തൊക്കെയാണ് എന്നൊന്ന് ധ്യാനിച്ചേ. ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റുമോ? ദൈവം എന്ന് പറയുന്ന ശക്തിയുണ്ട്. 1,00,000 കൊണ്ട് എന്നെ ജീവിക്കാൻ പഠിപ്പിക്കും, 1000 രൂപ കൊണ്ട് എന്നെ ജീവിക്കാൻ പഠിപ്പിക്കും, 500 രൂപ കൊണ്ട് എന്നെ ജീവിക്കാൻ പഠിപ്പിക്കും, 10 രൂപ കൊണ്ടും ജീവിക്കാൻ പഠിപ്പിക്കും, 1 രൂപ കൊണ്ടും ദൈവം ജീവിക്കാൻ പഠിപ്പിക്കും. പക്ഷേ എന്ത് കിട്ടിയാലും സമാധാനവും എന്ത് കിട്ടിയാലും സംതൃപ്തിയും ഇല്ലാത്തൊരു വ്യക്തിയാണ് നീയെങ്കിൽ എത്ര തന്നാലും അത്യാഗ്രഹം കാരണം അതിനെ നമ്മൾ നശിപ്പിക്കും. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഈശോയെ, ആയിരിക്കുന്നതിൽ ഉള്ളതിലധികം മേന്മ ഭാവിക്കാതെ ആയിരിക്കുന്നതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കാനുള്ള കൃപ തരണമേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദാരിദ്ര്യം ഒരു അനുഗ്രഹമാണ്. പഴയ നിയമം നമ്മളെ പഠിപ്പിക്കും. ഈശോയെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണമേ. അമ്മ മാതാവേ, ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ നടക്കുവാൻ, അത് ഞങ്ങളുടെ സ്വന്തമാകാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. കുടുംബത്തെ മുഴുവൻ സമർപ്പിക്കാം. പരിശുദ്ധ കുടുംബമായി ചേർന്ന് ആരാധിക്കട്ടെ. ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ജീവിത പങ്കാളിക്ക് വേണ്ടി ആരാധിച്ചേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പരിശുദ്ധ പരമമാം ആരാധിച്ചു പാടട്ടെ. ദിവ്യകാരുണ്യമേ, ശക്തി ഇറങ്ങട്ടെ. ഇന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടിക്കേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാം സമർപ്പിച്ച് പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന, ആരാധന. എല്ലാവരും ചേർന്ന് പാടി ആരാധിച്ചു. ആരാധന, മറ്റൊന്നും നോക്കണ്ട. ആരാധന മാത്രം എന്റെ കർത്താവേ. ആരാധന. എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന. ജീവനും എന്റെ സർവസ്വവും, ജീവനും എന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടും. എല്ലാവരും ചേർന്ന് പാടിക്കേ. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടും. ജീവനുമെന്റെ, ഒരിക്കൽ കൂടി. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് ആരാധിപ്പൂ. മുൻപിലണച്ചു ആരാധിക്കും. ഒരിക്കൽ കൂടി കുടുംബമായി ചേർന്ന്. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു ആരാധിക്കും. ജീവനും എന്റെ രോഗങ്ങളും പാടിക്കേ. ജീവനുമെന്റെ രോഗങ്ങളും മുൻപിലണച്ച് ആരാധിക്കും.
ആരാധിപ്പൂ. മുൻപിലണച്ചു ആരാധിപ്പൂ. ജീവനും എൻ്റെ ആരോഗ്യവും, ജീവനും എൻ്റെ ആരോഗ്യവും മുൻപിലണച്ചു ആരാധിപ്പൂ. ജീവനും എൻ്റെ കുറവുകളും, ജീവനും എൻ്റെ കുറവുകളും കർത്താവെ സമർപ്പിക്കട്ടെ. മുൻപിലണച്ചു ആരാധിപ്പൂ. നിറവുകളും പഠിക്കേ. ജീവനും എൻ്റെ നിറവുകളും എല്ലാം സമർപ്പിച്ച് മുൻപിലണച്ചു ആരാധിപ്പൂ. എന്റെ കഴിവുകൾ സമർപ്പിച്ച് ആരാധിച്ചേ. ജീവനും എൻ്റെ കഴിവുകളും കർത്താവെ ആരാധിക്കുന്നു. മുൻപിലണച്ചു ആരാധിപ്പൂ. ജീവനും എന്റെ കുടുംബത്തെയും, ജീവനും എൻ്റെ കുടുംബത്തെയും മുൻപിലണച്ചു ആരാധിപ്പൂ. ആമേൻ പാടിക്കേ. ആമേൻ ആമേൻ യേശുനാഥാ. ചേർന്ന് ആമേൻ 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 സർവശക്താ. കർത്താവേ. ആമേൻ ആമേൻ ദൈവപുത്രാ നിത്യപിതാ. ദൈവഹിതം നമ്മുടെ കുടുംബത്തിൽ നടക്കാൻ ആമേൻ പറഞ്ഞു പ്രാർത്ഥിച്ചേ. ആമേൻ ഏതവസ്ഥയിലും, സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കർത്താവേ പച്ചകടാതെ ജീവിക്കാനുള്ള കൃപ ഈശോയേ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ നടക്കട്ടെ കർത്താവേ. യഥാർത്ഥ സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രാപിക്കട്ടെ ഈശോയെ. ഏതവസ്ഥയിലും ജീവിക്കട്ടെ ഓ ഈശോയെ. ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്രാ. ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. പാടിക്കേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാം സമർപ്പിച്ചു കർത്താവേ. ഈശോയെ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ആരാധിച്ചേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടിക്കോ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈശോയെ ആരാധിക്കുന്നു. സംശയമില്ല, കർത്താവെ സേവിക്കും, ആരാധിക്കും. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് വളരട്ടെ കർത്താവേ. ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ പാടിക്കോ. പരിശുദ്ധ പരമമാ ശിരസ്സ് നമിച്ച് ആരാധിച്ചോ. ദിവ്യകാരുണ്യമേ, എവിടെ ആരാധനയുണ്ടോ അവിടെ ബന്ധനത്തിൽ നിന്ന് വിടുതലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ചേർന്ന് പാടി പ്രാർത്ഥിച്ചോ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുനാമത്തിൽ എല്ലാ കെട്ടുകളും അടിയട്ടെ കർത്താവേ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാപ്പിൽ നിന്നും ദിവികാരുണീശ് ശക്തി പുറപ്പെട്ടു. ഓരോ മകനെ മകളെ ശക്തിപ്പെടുത്തട്ടെ.
ഈശോയിൽ പ്രായമുള്ളവരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തില് അതെൻ്റെ അവകാശമാണ്. നമ്മൾ കണ്ടു, വചനവ്യാഖ്യാനത്തിലൂടെ നമ്മൾ കേട്ടു, ഏതൊരവസ്ഥയിലും പച്ചകടാതെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് ദിവ്യകാരുണ്യം. ഈ സ്വർഗീയ മന്നയെക്കുറിച്ച് പഴയ നിയമം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരം പ്രാപിച്ചു. ഏത് അവസ്ഥയിൽ ഞാൻ ഭക്ഷിക്കുന്നുവോ എൻ്റെ രുചിക്കൊത്ത് രൂപാന്തരം പ്രാപിക്കുന്ന സ്വർഗീയ മന്ന. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയും: അശുദ്ധതയോടുകൂടി വിശുദ്ധ കുർബാന നീ ഭക്ഷിക്കുമ്പോൾ അത് നിനക്ക് ശാപത്തിന് കാരണമായി മാറും. നിന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെടുന്നു. ശുദ്ധതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അത് അനുഗ്രഹത്തിന്റെ, ജീവന്റെ ആചാരമായി മാറും. നിന്റെ രുചിക്കൊത്ത് രൂപാന്തരപ്പെടുന്ന കർത്താവ് ഏത് സാഹചര്യത്തിലും അനുരൂപപ്പെടാൻ, പച്ചകണാതെ നിൽക്കാൻ തന്നെ പഠിപ്പിക്കുന്ന കർത്താവ്. എസെക്കിയേൽ പ്രവചനം നമ്മൾ വായിക്കുന്നു, സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. ഏത് സാഹചര്യത്തിലും ഇലപൊഴിയാതെ പച്ചകടാതെ അവൻ നിൽക്കും. പ്രിയ മകനെ, മകളെ, യഥാർത്ഥ സ്വാതന്ത്ര്യം ഇതല്ലേ? ജേക്കബ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നന്ദി പറഞ്ഞു ജീവിക്കാൻ പഠിച്ചാൽ എത്ര സുന്ദരമാണ്. പ്രിയ മകനെ, മകളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സുന്ദരമായൊരു ഭാഗമുണ്ട്. 5000-ലേറെ പുരുഷന്മാര് അണിനിരന്നിരിക്കുന്നു. വിശക്കുന്നുണ്ടവർക്ക്, അപ്പോയില്ല. ദൈവം ചോദിക്കുന്നു, ഈശോ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? ദാ ശിശു കൊണ്ടുവരുവാണ്, 5 അപ്പവും 2 മീനും. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതുകൊണ്ട് എന്താവാനാ? ഒന്ന് ധ്യാനിക്കണമേ. നിങ്ങളുടെ ഇടവക പള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. 2000 പേരുണ്ട്, 1000 പേരുണ്ട്, വിശക്കുന്നുണ്ട്. ഒരു കൊച്ചന്റെ കയ്യിൽ കൊണ്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തന്നിട്ട് പറയാ, ദേ ബിസ്ക്കറ്റ് ഉണ്ട്, പക്ഷെ ഒരു പാക്കറ്റ് ഉണ്ട്, 10 ബിസ്ക്കറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതുകൊണ്ട് ഈ 1000 പേർക്ക് എന്താവാനാ? പ്രിയമുള്ളവരെ, ഈശോ അവരോട് പറഞ്ഞു, അതിങ്ങ് താ, അതെന്റെ കയ്യിലേക്ക് താ. ഈശോ കയ്യിൽ സ്വീകരിച്ചത് അവിടെ ഉണ്ടായിരുന്ന സാധനത്തെക്കാൾ ഉപരിയായി തികയാത്ത ഒരു വസ്തുവാണ്, തികയാത്ത സാധനമാണ്. ഇതുകൊണ്ട് എന്താവാൻ? പ്രിയ മകനെ, മകളെ, നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ലച്ചാ, എൻ്റെ ഭാര്യയൊക്കെ എന്നോട് സ്നേഹമില്ലച്ചാ. എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാ? ഏതെങ്കിലും ഒരു ദിവസം ഭർത്താവ് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭാര്യ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നേ? കർത്താവിൻ്റെ അടുത്ത് വന്ന്, അങ്ങേര് ശരിയല്ല, അങ്ങേര് മോശമാണ്, എൻ്റെ ജീവിത പങ്കാളി ശരിയല്ല, മോശമാണ്. ഇതാണോ കർത്താവിൻ്റെ കയ്യിലേക്ക് നീ എടുത്തു വെക്കുന്നത്? ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും എത്ര പ്രാർത്ഥിച്ചിട്ടും ആ സ്വഭാവമാണ് വർദ്ധിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിൽ നീ എന്തു കൊടുക്കുന്നുവോ അത് വർദ്ധിക്കുന്നു. നെഗറ്റീവ് പ്രാർത്ഥനകളെല്ലാം ഉപേക്ഷിക്കേണ്ട സമയമായി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ തികയുന്നില്ല എന്ന് പറയുന്ന ആ സാധനം എടുത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. എന്നെങ്കിലും ജീവിത പങ്കാളി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അച്ഛാ പറഞ്ഞിട്ടുണ്ടോ? അച്ഛാ 30 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം, ആ 2 പ്രാവശ്യത്തെ പ്രതി നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്നെങ്കിലും നിന്റെ മകനും മകളും നിന്നെ അനുസരിച്ചിട്ടുണ്ടോ? ഉണ്ടച്ചാ. 7-ാം ക്ലാസ്സൊക്കെ അവരനുസരിക്കുമായിരുന്നു. ആ 7-ാം ക്ലാസ് വരെ അനുസരിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നീ പരാതി പറയുന്ന കാര്യങ്ങൾ സ്നേഹമില്ല, പക്ഷെ ഈ പറയുന്ന കാര്യം ഒരു ഇച്ചിരിയെങ്കിലും നിനക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുത്തു വെക്കേ തമ്പുരാന്റെ കയ്യിലേക്ക്. എന്നിട്ട് അതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചേ, അത് വളരും. ദൈവം അനുഗ്രഹമാക്കി അതിനെ വളർത്തും. പ്രിയ മകനെ, മകളെ, ഇതെല്ലാം തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മളൊന്ന് പാടും. നാഥ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു,
കാഴ്ചയായി അർപ്പിക്കുന്നു. ഈ സമയം ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്പം സ്നേഹമെങ്കിലും എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാതി പറഞ്ഞുള്ള പ്രാർത്ഥനകൾക്ക് പകരമായി കർത്താവേ ആ 2 മിനിറ്റിനെ ഓർത്തൊന്ന് നന്ദി പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാവോ? ചേർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, ചേർന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പാടാവോ? നാഥാ സമർപ്പിക്കുന്നു, എന്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞ ആ 1 മിനിറ്റത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, എന്നെ അനുസരിച്ചിട്ടുള്ള ആ കുഞ്ഞു മകന്റെ ചെറുപ്രായത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, വർദ്ധിക്കട്ടെ, ആ നന്മകൾ വർദ്ധിക്കട്ടെ. കാഴ്ചയായി അർപ്പിക്കുന്നു. പ്രിയ മകനെ, മകളെ, ദിവ്യകാരുണ്യം തരുന്ന സന്ദേശം എന്താണ്? എൻ്റെ ശരീരം, എൻ്റെ രക്തം നിനക്ക് വേണ്ടി. ഞാൻ മരിക്കാം, നീ ജീവിക്കാൻ വേണ്ടി. ഇതാണ് സന്ദേശം. ഞാൻ മരിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നടമാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരാൾ എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തു തന്നില്ല എന്ന ചോദ്യമാണ്. ദിവ്യകാരുണ്യം നായകനെ വരുന്ന കുടുംബത്തിൽ ഈ ചോദ്യം ഉണ്ടാവില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മറ്റൊരാൾക്ക് വേണ്ടി? ഞാൻ ആ ആൾ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ആ ആള് വളരാൻ വേണ്ടി ചെയ്യാവുന്ന നന്മ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ മനസ്സിന് എനിക്കൊന്ന് മാറ്റണം. സംതൃപ്തിയില്ലാത്ത മനസ്സാ. 1,00,000 രൂപ കിട്ടിയാലും സംതൃപ്തിയില്ല, 10,000 കിട്ടിയാലും സംതൃപ്തിയില്ല, 1000 കിട്ടിയാലും സംതൃപ്തിയില്ല. ഇങ്ങനെയുള്ളൊരു മനസ്സിലേക്ക് എന്ത് വലിയ കാര്യം ദൈവം വെച്ച് നീട്ടിയാലും ഞാൻ ഒരിക്കലും സന്തോഷം അനുഭവിക്കില്ല. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഇതാണ്, നാഥ നീ എന്നെ ഒന്ന് മാറ്റണമേ. പാടിക്കേ. നാഥ നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, യേശുവേ മാറ്റണമേ കർത്താവേ. അങ്ങേതായി മാറ്റണമേ. ചങ്ക് തകർന്ന് ഒരിക്കൽ കൂടി ഒന്ന് പാടാമോ? നാഥ നീ മാറ്റണമേ. ഏത് സാഹചര്യത്തിലും, സന്തോഷത്തിലും, ദുഃഖത്തിലും, ദാരിദ്ര്യത്തിലും, സമ്പത്തിലും, ആരോഗ്യത്തിലും, അനാരോഗ്യത്തിലും മാറ്റണമേ, പച്ചകാടാതെ നിൽക്കാനുള്ള കൃപയെങ്കിൽ പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. ഈശോ പറഞ്ഞു, നിന്റെ അനന്തര ജീവിതത്തിൽ എല്ലാ കുരിശും എടുത്ത് നീ എന്നെ അനുഗമിക്കണം. പ്രിയ മകനെ, മകളെ, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് നിന്നെ പച്ചകടാതെ നിർത്താൻ വേണ്ടി തന്ന സാധ്യതകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പരാതി പറഞ്ഞ ആ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുക. ഈ നിമിഷം വിവാഹിതരായ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളടുത്ത പ്രതിജ്ഞ ഒന്ന് നവീകരിക്കുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും, സന്താപത്തിലും, ദാരിദ്ര്യത്തിലും, സമ്പത്തിലും, ആരോഗ്യത്തിലും, അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിധേയത്വത്തിലും കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു. പൗലോസ്ലീഹ പറയുന്നു, ഇങ്ങനെ ജീവിക്കാനുള്ള ശക്തിയാണ് ദൈവം. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഒന്ന് ഏറ്റു പറയാവോ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, എന്താണ് ദൈവം നൽകുന്ന ശക്തി? പച്ചകടാതെ ജീവിക്കാനുള്ള ശക്തി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും തമ്പുരാന്റെ പാദത്തിലേക്ക് ഒന്ന് അടിയറ വയ്ക്കാവോ? അടിയറ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി എനിക്ക് ഈശോയെ, നീ മാത്രം മതി. വേറൊന്നും വേണ്ട, വേറൊന്നും വേണ്ട. ഏത് സാഹചര്യത്തിലും എനിക്ക് ജീവിക്കാൻ, എന്നെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന നീ മാത്രം മതി കർത്താവേ എനിക്ക്. ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു, നീ മാത്രം മതി. നീ മാത്രം മതി കർത്താവേ, വേറൊന്നും വേണ്ട. നീ മാത്രം നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട. മാത്രം മതി
ഇസ്രായേൽക്കാര് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ നീ മാത്രം മതി ഞങ്ങളുടെ കൂടെ, നീ മാത്രം മതി, ഞങ്ങൾ തോൽക്കുകയല്ല, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു വാക്ക് നന്ദി ഈശോയോട് പറയുക. കർത്താവേ, എനിക്കിപ്പോൾ ഉള്ള ജോലിയെ ഓർത്ത് നന്ദി പറയുന്നു. ജോലിയില്ലാത്ത മക്കളാണെങ്കിൽ ജോലി ഉണ്ടായിരുന്ന സമയത്തെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാവോ? എനിക്കിപ്പോൾ ഉള്ള ജീവിത പങ്കാളിയെ ഓർത്ത് എൻ്റെ സ്വന്തം ജീവിത പങ്കാളിയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബം, അതിൻ്റെ സാമ്പത്തിക പരിസ്ഥിതികളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ അവസ്ഥകളെ എല്ലാം ഓർത്ത് ഇതിൽ തൃപ്തിപ്പെട്ട് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നന്ദി, നന്ദി കർത്താവേ നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ആഗ്രഹങ്ങളുടെ തേരിൽ സഞ്ചരിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. യേശുവേ നന്ദി, നന്ദി എല്ലാത്തിനും നന്ദി പറയുന്ന കർത്താവേ, ദൈവമേ, നന്ദി എൻ യേശുപരാ. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക, ആദ്യ ദിവസം സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വിളിച്ച കർത്താവ് നമുക്ക് തരുന്ന വലിയ കൃപ എന്ന് പറയുന്നത് ഏതൊരവസ്ഥയിലും പച്ചകടാതെ നിൽക്കാനുള്ള അനുഗ്രഹം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചത്. ഈ ആരാധന ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത് പ്രിയമുള്ളവരെ, ഇവിടം കൊണ്ട് ഈ ആരാധന തീരരുത്. അച്ഛൻ പറഞ്ഞ 2 കാര്യം മറക്കരുത്. ഒന്ന്, നിന്റെ ലൈഫിൽ തികയുന്നില്ല എന്ന് നീ ചിന്തിക്കുന്ന നന്മയുടെ കാര്യങ്ങൾ. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം പോരാ, ഭാര്യയുടെ സ്നേഹം പോരാ, മക്കളുടെ ഇത് പോരാ, ഇങ്ങനെ പോരാ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് സമർപ്പിച്ച് നന്ദി പറയുമ്പോൾ അത് വർദ്ധിപ്പിക്കപ്പെടും. 2, എല്ലാ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന, 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 ആരാധന.